ഹായ് സർ, BMS2 കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സാറ് നടത്തുന്നുണ്ട്. അപ്പോൾ BMS2 എന്ന് പറയുന്ന സമയത്ത് സാർ അതിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ സമ്പത്തിനെ ഇരട്ടിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് ഈ കോഴ്സിനെ കുറിച്ച് സാറ് അതിൻ്റെ കോണ്ടന്റ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, നമ്മൾ ബില്യണയർ മൈൻഡ് സെറ്റ് 2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കുറച്ചെങ്കിലും സമ്പത്ത് വന്നിട്ടുള്ള ആൾക്കാർക്കാണ്. BMS 1 എപ്പോഴും ഒരു ബേസാണ്, ബേസ്മെൻ്റാണ്. അത് നിന്നിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ BMS 2 ചിലപ്പോൾ നേരിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള വെൽത്ത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ റോക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് ആദ്യം ഭൂമിയിൽ നിന്ന് ഈ 1 മീറ്റർ ഉയരാനാണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 1 കിലോമീറ്റർ പോകാനായിട്ട് ഇതിന് ഹ്യൂജ് ഫ്യൂവൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 കിലോമീറ്റർ പോകാനായിട്ട്, അപ്പോൾ ഈ ആക്ച്വലി 1 കിലോമീറ്റർ ഉയരാനായിട്ട് എടുത്ത അത്ര വേണ്ട 10 കിലോമീറ്റർ. അത് കഴിഞ്ഞ് 1000 കിലോമീറ്റർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇത് ആദ്യം 1 കിലോമീറ്റർ ഉപയോഗിച്ചതിൻ്റെ 100 പോലും വേണ്ട ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഒന്നും ഇല്ലാത്ത ആളിന്, കാശൊന്നും കാര്യമായിട്ട് ഇല്ലാത്ത ആളിന്, അയാളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ഈ 1 crore 1 കോടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെനുവസാണ് 1 കോടി ഇല്ലാത്ത ആളിന്. അപ്പോൾ ആ സമയത്ത് ഈ 1 കോടി ഉണ്ടാക്കിയ ആളിന് ഇത് ഓൾറെഡി 1 കോടി ഉണ്ടാക്കി, അത് 2 കോടി ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്തത്രയും എഫർട്ട് വേണ്ട, അതിൻ്റെ പകുതി എഫർട്ടും വേണ്ട, അതിന് താഴെ മതി. നമുക്ക് 2 കോടി ഓൾറെഡി എത്തി. ഓൾറെഡി നമ്മുടെ അസറ്റ്സ് എല്ലാം എടുത്തപ്പോൾ നമ്മൾ 2 കോടി എത്തി. ഈ 2 കോടിയിൽ നിന്ന് നമുക്ക് 10 കോടി ആകാൻ ഈ 2 കോടി ഉണ്ടാക്കിയ എഫർട്ട് വേണ്ട. അല്ല, ആദ്യത്തേത് തുടങ്ങാനായിട്ട് നല്ല ഈസിയാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ആ സമയം നമ്മളൊരു 10 കോടി എത്തി. 10 കോടി എത്തിയ ആളിന് ഇനിയും അതൊരു 20 കോടി ആക്കാനായിട്ട് മൊത്തം 10 കോടിയുടെ എഫർട്ടിന് അത്ര ഒന്നും വേണ്ട, അതിൻ്റെ പകുതിയും വേണ്ട, 4 വേണ്ട. അപ്പം അങ്ങനെ 20, 30, 40 ആയി, 50 ആയി കഴിയുമ്പോഴത്തേക്കും വളരെ എഫർട്ട് കുറഞ്ഞ് ഒഴുകി, അപ്പോൾ ഒരു മല കയറി മുകളിൽ ചെന്നിട്ട് നമ്മൾ ഇറങ്ങുന്നത് പോലെ താഴേക്ക് വരിക. വളരെ ഈസി ആയിട്ട് അങ്ങ് എത്തുകയാണ്. അതിപ്പോൾ ഓൾറെഡി ഈ 100 crores കഴിഞ്ഞ ഒരുപാട് പേരുണ്ടല്ലോ. പലപ്പോഴും ആളുകൾ പറയും, ഇത് പറയാൻ ഈസിയാണ്, അങ്ങ് പറയാം, മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. പക്ഷേ സാർ ഇതിൽ അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കുന്ന ടൂളോ അല്ലെങ്കിൽ മെത്തേഡ്സ് എങ്ങനെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ഇതുവരെ ബില്യണേഴ്സ് ആയിട്ടുള്ള അവരുടെ മെത്തേഡ്, രീതികൾ, അവരുടെ തോട്ട്, പിന്നെ ആ കേസ് സ്റ്റഡീസ്, പിന്നെ നമ്മളുടെ ബിസിനസ്സുമായിട്ട് അതെങ്ങനെ ചേർത്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ പറയുന്ന പേര് തന്നെ വെൽത്ത് മൾട്ടിപ്ലയർ എന്നാണ്. നമുക്കപ്പോൾ ലേണിങ്ങിൽ കിട്ടും അതിൻ്റെ എല്ലാ കാര്യങ്ങളും. അത് കോഴ്സ് വരാനായിട്ട് ഇനി വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. നമ്മൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓൾറെഡി ഉള്ള ബിസിനസ്സിനെ ഇങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്ത് പോകുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. പിന്നെ നമ്മൾ വളരെ സൂപ്പർ ചാർജഡായിരിക്കും ഓൾറെഡി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ആസറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂളാണ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ പ്രോപ്പർട്ടിയിലൂടെ നമ്മൾ വീണ്ടും അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ അതിന് ഇൻകം ഏണിങ് അസറ്റായിട്ട്, അതായത് ആക്ച്വലി കയ്യിൽ നിന്ന് കാശും മുടക്കാതെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉണ്ടാക്കാനുള്ള ഒരുപാട് മെത്തേഡ്സ് തന്നെ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിവിടെ മാത്രമുള്ളതല്ല, ലോകം മുഴുവനുള്ളതാണ്. ഇവിടെ ഒരു പക്ഷേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഇതൊരു വെൽത്ത് മൾട്ടിപ്ലയർ മാസ്റ്ററി എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഇപ്പോൾ വളരെ കാലത്തെ ഒരു 15 വർഷത്തെങ്കിലും ഒരു വലിയ ടീം വർക്കായിട്ട് റിസർച്ച് ചെയ്ത് ലോകത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുമ്പം നമുക്ക് ഈ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന അക്കാഡമിക് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ MBBS ഇല്ലെങ്കിൽ LLB, BTech എന്നൊക്കെ പറയുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. അപ്പം അക്കാഡമിക് എഡ്യൂക്കേഷനുണ്ട്, ടെക്നിക്കൽ എഡ്യൂക്കേഷനുണ്ട്, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ വളരെ കുറവാണ്.
കോളേജുകളിലെ സ്കൂളിലൊന്നും കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വളരെ ഡെപ്തിൽ നമ്മൾ പിന്നെ ഈ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ലിവറേജ്, ഇപ്പം ലിവറേജ് ആകുമ്പോൾ നമുക്ക് ചെറിയ എഫർട്ടിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ആർട്ട് ഓഫ് ഡെലിഗേഷൻ. പിന്നെ നമ്മൾ ഈ 80-20 പ്രിൻസിപ്പിൾസ് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് 80% വർക്കും വേസ്റ്റാണ്. 20% നമ്മളുടെ ഐഡിയാസ് ഇല്ലെ എഫർട്ടാണ് നമുക്ക് 80% റിസൾട്ട് തരുന്നത്. അതർ 80% നമ്മൾ എഫർട്ട് എടുത്താൽ അതിൽ നിന്ന് 20% വെൽത്ത് വരുള്ളൂ. അപ്പോൾ ഏതാണോ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത് അവിടെ മാത്രം മാറ്റി പ്രത്യേകമായിട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ടെക്നിക്സ് ഒരു ആഗോളതലത്തിൽ ചെയ്യുന്നതും ലോക്കലി ചെയ്യാവുന്നതുമായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാണ് ഹൗ ടു ബൈ ആൻഡ് സെൽ എ കമ്പനി. അതായത് നമുക്കിപ്പോൾ ഒരു ഇവിടെ 500 ഏക്കർ എസ്റ്റേറ്റ് ഉള്ള 2000 ഏക്കർ എസ്റ്റേറ്റ് ഉള്ള കമ്പനിയാണ്. ആ കമ്പനി പൊളിഞ്ഞ് കിടക്കുകയാണ്, സമരവും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ തലേന്ന് പോയാൽ മതി എന്നായിരിക്കും ഇതിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥന്മാർ. കാരണം ഓൾറെഡി നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മിസ്മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ ആകെപ്പാടെ റിലേഷൻഷിപ്പ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ആ കമ്പനി നമ്മളിങ്ങോട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഈ ലാൻഡും എല്ലാം ഇങ്ങ് പോരും അതിൻ്റെ കൂട്ടത്തിൽ. അവരൊരു ഒപ്പിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം. കാരണം ഇതിൻ്റെ ബാധ്യതയൊക്കെ നമ്മുടെ ബാധ്യതയാവും. രണ്ട് കാര്യം, ഒരു കമ്പനി നമ്മൾ വാങ്ങിക്കുമ്പം അപ്പോൾ ഒരു ഹോട്ടൽ വാങ്ങിക്കുക. അപ്പോൾ കൊച്ചിയിലൊരു മെറിഡിയൻ ഹോട്ടൽ വാങ്ങിക്കുകയാണ്. ഹോട്ടൽ വാങ്ങിക്കാൻ വളരെ നിസ്സാരമാണ്. അതൊരു ഫോം അയാൾ ഷെയർ ട്രാൻസ്ഫർ ഫോം അതിൻ്റെ ഇപ്പോഴത്തെ ഓണേഴ്സ് ഒപ്പിട്ടിങ്ങ് തരുന്നു. നമ്മൾ നമ്മുടെ പേരിലേക്ക് മാറ്റുന്നു, അതിൻ്റെ ചെക്ക് കൊടുക്കുന്നു. പക്ഷേ ഇതിനകത്ത് സ്ഥലമുണ്ട്, ലാൻഡുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അതൊന്നും മാറണ്ട, എല്ലാം അതിൻ്റെ കൂടെ തന്നെ മാറും. അപ്പോൾ ഈ ബിസിനസ്സുകളുടെ ഒരു ഏറ്റവും എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേരിലേക്ക് ഒരു ഷെയർ ട്രാൻസ്ഫർ വഴി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അത് നല്ലതുപോലെ പഠിക്കണം. റിസ്ക് കേരളത്തിൽ വളരെ ഫോർച്യൂണായിട്ട് കിടക്കുന്ന ഒരുപാട് കമ്പനികൾ, എസ്റ്റേറ്റുകളും മറ്റ് കമ്പനികളും ഉണ്ടാവും. അപ്പോൾ റിയലി ഫോർച്യൂണായിട്ടുള്ള കമ്പനികൾ കണ്ടെത്തി അതിനെ എടുത്തിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തി മണി ഫ്ലോ കൂട്ടി നല്ല വരുമാനത്തിലാക്കിയിട്ട് മറിച്ച് കൊടുക്കുക. അത് വേണമെങ്കിൽ ഇതാ. അപ്പം അതും അല്ലെങ്കിൽ നമുക്കത് എടുക്കാനുള്ള പൈസ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്കൊരു കമ്പനി വിൽക്കാനായിട്ട് ഇട്ടേക്കുവാണ്. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു സാമാന്യം തെറ്റില്ലാത്തൊരു ഹോട്ടൽ വിൽക്കാൻ ഇട്ടേക്കുക. 100 റൂംസൊക്കെ ഉണ്ട്, അവർക്ക് ബാങ്കറ്റ് ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ അവരതിനകത്ത് പ്രതീക്ഷിക്കുന്ന ഒരു 60 കോടിയാണ് എന്നിരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ 60 കോടി എടുക്കാനായിട്ട് ഓൾറെഡി അതൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പം നമുക്കൊരു 60 പേരെ ഒന്നിച്ചൊക്കെ ചേർന്നാൽ മതി. ഇത് ചേർന്ന് 60 പേരൊന്നിച്ച് 1 കോടി വെച്ച് ഇടാവുന്ന 60 പേരങ്ങ് ചേർന്നു നമ്മുടെ ലീഡർഷിപ്പിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ തമ്മിലൊരു എഗ്രിമെൻറ്റ് വെക്കും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരാണ് നടത്തേണ്ടത്. അതെപ്പോഴും എംപ്ലോയീസാണ്. അപ്പം പ്രൊഫഷണൽസാണ്. ഇതിനകത്ത് കിട്ടുന്ന ഇത് എങ്ങനെ ആയിരിക്കണം, ഇത് വിൽക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം. നമ്മൾ 60 കോടിയുടെ ഇത് വാങ്ങിച്ചതിനെ നല്ലതുപോലെ പരിഷ്കരിച്ച് നല്ല മാനേജ്മെൻറ്റ് കൊടുത്ത് എഫർട്ട് കൊടുത്ത് അവിടെ സെയിൽ കൂട്ടി റൂമെല്ലാം ഫുള്ള് പോവുകയാണ്. ഫുൾ പ്രോഗ്രാമിലാണ്. നല്ല തിരക്കാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മുടക്കിയ ഈ 60 കോടി എന്ന് പറയുന്നത് ചിലപ്പോൾ 6 മാസം കൊണ്ട് കിട്ടും. പലപ്പോഴും ആളുകൾക്ക് അറിയില്ല ചെറിയ പണം മുടക്കി വലിയ പണം മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈസി. അതും സാറ് 10 ലക്ഷം 20 ലക്ഷം കോടികൾ നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റും. നമ്മളെ അതിന് ചെറിയൊരു എമൗണ്ടേ ഫീസ് ആവുന്നുള്ളൂ ഈ കോഴ്സൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടായിരിക്കില്ല. കേരളത്തിലെ ഈ കുറേ എസ്റ്റേറ്റുകൾ നിസ്സാര വിലയ്ക്ക് അവരെങ്ങനെയും കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ 2 എടുക്കുകയാണെങ്കിൽ അവർക്ക് വേറെ പരിപാടിയൊന്നും നടക്കത്തില്ല. പക്ഷേ ഒരു 10, 20, 30 പേര് കൂടി 1-2 കോടി ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മുടെ പേരിൽ അത് വരുവാണ്. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ അതിനെ നടത്തി ലാഭകരമാക്കിയിട്ട് നമുക്ക് വിൽക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് വിറ്റാൽ പോലും നമ്മൾ മുടക്കിയ പൈസയ്ക്കുള്ളിൽ ചിലപ്പോൾ വരും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെൽത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ആ മെത്തേഡ് എങ്ങനെയാണ്, ആൻഡ് ഹൗ ടു ബൈ ആൻഡ് സെൽ എ ബിസിനസ്, എങ്ങനെ അത് വാങ്ങണം,
അതിനെ എങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചിട്ട് ഇല്ലെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് മാനേജ്മെൻറ്റ് ടെക്നിക്സൊക്കെ എടുത്ത് മോഡേൺ മാനേജേഴ്സിനൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കിയിട്ട് എങ്ങനെ അത് വിൽക്കണം. അതുപോലെ ഈ കോഴ്സിനകത്ത് തന്നെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബിസിനസ് ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്നാണ് ഈ നെഗോസിയേഷൻ സ്കിൽസ്. നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ വിലപേശലല്ല, നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരണയിലെത്തുക. അപ്പം ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ പകുതിയിലോ അതിൻ്റെ താഴേക്കായിരിക്കും നമ്മൾ കൊണ്ട് എത്തിക്കാൻ പറ്റും നെഗോസിയേറ്റ് ചെയ്ത് അതിൻ്റെ രീതികൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടാകണം. ക്ലോസിങ് ഇതിനകത്തല്ല, അത് നമ്മുടെ NLP സെയിൽസ് മാസ്റ്ററിക്കകത്താണ്. ഇതിനകത്ത് പക്ഷേ ഈ ഫൈനലി ഒരു കമ്പനി എടുക്കുമ്പം ലാസ്റ്റ് അതിനെ കൊണ്ടുവന്ന് ഫൈനലാക്കാനുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. വില പറയുന്നതിന് തുടങ്ങുന്നത് കണ്ടിന്യൂ ചെയ്യുന്ന അതിൻ്റെയൊക്കെ രീതികൾ. പിന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ഉപയോഗിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം. പിന്നെ ഇമേജ് മാനേജ്മെൻറ്റ് ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. നമ്മളുടെ മൊത്തത്തിലുള്ള ഇമേജും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇമേജും. ഒരു പ്രൊഫഷണൽ 1 കോടി 2 കോടി വാങ്ങുന്ന ഒരു പ്രൊഫഷണലിൻ്റെ ഇമേജ് എന്തായാലും മാറണമല്ലോ. ആ ഒരു ഇമേജിലേക്ക് തന്നെയല്ല, നമ്മൾ ഈ പലപ്പോഴും ഈ ബിസിനസ് മീറ്റിനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ ഇയാൾ സ്വത്തുണ്ടാക്കുന്ന ആളാണ്, അതിനുള്ള കഴിയുന്നെന്ന് ആ ഒരു ഇമേജോട് കൂടി വേണമല്ലോ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഡ്രസ്സപ്പ് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ജപ്പാനീസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളായിട്ട് കൈസൻ. പിന്നെ നമ്മൾ സമ്പന്നനാകണേ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഗ്രൂമിങ് മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ്, ഡൈനിങ് മെത്തേഡ്സ്, എറ്റിക്കേറ്റ്സ്. പിന്നെ ബിസിനസ്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ്സ്, പ്രധാന മാറ്റങ്ങൾ. പിന്നെ നമുക്ക് ഈ ബിസിനസ് സ്റ്റേജസ് ഉണ്ട്. ഒരു ശിശുവായിട്ട് തുടങ്ങി അത് ഇരുന്ന് നിറങ്ങുന്ന രീതിയിൽ പിച്ച വെച്ച് നടക്കുന്നത്, യൂത്തായി. യൂത്താകുമ്പോൾ ഒരുപാട് മണ്ടത്തരം കാണിച്ച് ബിസിനസ് പൊളിയാനുള്ള സാധ്യതയുണ്ട്. യൂത്തായി ഒരുപാട് ചാൻസ് ഉള്ളതാണ് അത്. അങ്ങനെ നമുക്ക് ആ 10 സ്റ്റേജുകൾ. പിന്നെ സക്സഷൻ പ്ലാനിങ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ സ്വത്തുക്കൾ നമ്മുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് വിധത്തിൽ നമ്മൾ സക്സഷൻ പ്ലാൻ ചെയ്താലാണ്. പിന്നെ പേഴ്സണൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് അതും നമുക്കുണ്ട്. അതായത് ബിസിനസ് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന സമ്പത്തിന് നമ്മൾ എന്നെന്നും എക്കാലവും നമുക്ക് ഉപകാരപ്പെടുത്താവുന്ന രീതിയിൽ. പിന്നെ നമുക്ക് ഇതിനകത്തൊരു 100 റിയൽ എസ്റ്റേറ്റ് ബില്യണേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അവരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, നമുക്കും എങ്ങനെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഈ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സ് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ പേയ്മെൻറ്റിൽ നമ്മുടെ എപ്പോഴും നമ്മുടെ മൊബൈലിൽ കൂടി ഇന്റർനെറ്റിലൂടെ നമുക്ക് എപ്പോഴും ഈ കോഴ്സ് ഏത് സമയത്തും അങ്ങനെ 90 ഡേയ്സ് പഠിക്കുക എന്നുള്ളതാണ്. 90 ഡേയ്സ് ആകുമ്പോഴത്തേനും തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ. കാരണം എപ്പോഴും ചിന്തിക്കുന്നത് ഈ കൂടുതൽ പണം വരുന്നതിനെ കുറിച്ചും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഉള്ള പണത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും അതിനുള്ള തോട്ടുകളൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ലഭിക്കും. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട്. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിലും കൂടുതലായിരിക്കും. അതെ, നമ്മുടെ ബിസിനസ് നമ്മുടെ മോട്ടിവേഷനൊക്കെ ഒന്ന് സൂപ്പർ ചാർജ് ചെയ്ത് നമ്മൾ വെൽത്ത് മൾട്ടിപ്ലർ എന്ന ഒരു ആശയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ളത് കയ്യിൽ നഷ്ടപ്പെടരുത്. അപ്പോൾ അതിനെ നല്ലതുപോലെ നോക്കി നടത്തി എൻറിച്ച് ചെയ്ത് വീണ്ടും അത് വെച്ചിട്ട് തന്നെ അതിനെ കൊണ്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഈ മണിയെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളല്ല വർക്ക് ചെയ്യേണ്ടത്, മണിയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം മണീനെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് എൻഗേജ് ചെയ്തിട്ട് നമ്മളതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരിക. ഇപ്പോൾ മറ്റു പ്രൊഫഷണൽസാണ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു ജനറലി ഉള്ളൊരു ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പം ഇതിന് ശേഷമുള്ള നിങ്ങൾ തീർച്ചയായിട്ടും ഡിഫറെൻ്റ് ആയിരിക്കും.